എന്താണെങ്കിലും ഒരു സഹായാർത്ഥന എപ്പോൾ ശിർക്ക് വരും വരൂല, ഇതാണ് നമ്മൾ ചർച്ചയുടെ മർമ്മം. ഈ മറുപടിന് മുമ്പ് നമ്മളൊക്കെ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം സൂചിപ്പിക്കുകയാണ്. എല്ലാവരും, മുജാഹിദുകൾ പ്രത്യേകിച്ചും. ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? ഇതിന് ഉത്തരം കിട്ടിയാൽ മതി നമുക്ക്. എന്നാൽ ക്ലിയർ ആയല്ലോ. ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താണോ അല്ലേ? തൗഹീദ് മനസ്സിലാക്കിയ എല്ലാവരും പറയും കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല. കാരണം അസ്ബാബിന് അതീതമായ കഴിവ് അല്ലാഹു തആലക്ക് മാത്രമേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. അപ്പോൾ ജിന്നുകൾ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല, ഇപ്പുറത്താണ്. ഇനി എപ്പോഴാണ് തേട്ടം പ്രാർത്ഥനയാവുക? നമ്മൾ സമസ്തക്കാട് പണ്ടേ പറഞ്ഞു പോകുന്നതാണ്, കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്ക് വന്നു, ആ നിലയ്ക്ക് തേടിയാൽ അത് പ്രാർത്ഥനയായി. അപ്പോൾ ജിന്നുകൾക്ക് കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറത്തെ കഴിവുണ്ട് വിശ്വസിച്ചാൽ ശിർക്കായി, ആ നിലയ്ക്ക് തേടിയാലോ ആ തേട്ടം പ്രാർത്ഥനയായി. ആ വിശ്വാസമില്ല ജിന്നുകളും അവർക്കല്ല വെച്ച അസ്ബാബുണ്ട്, ആ നിലയ്ക്ക് ഓല് ഇവിടൊക്കെ ജീവിക്കുന്നു, ഇടപഴകുന്നു എന്ന് വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ല. ആ നിലയ്ക്കുള്ള സഹായ ചോദ്യങ്ങളോ അത് പ്രാർത്ഥനയുമല്ല. ഇതാണ് അസ്ലി. തൗഹീദും ശിർക്കും പഠിപ്പിക്കാൻ ഖുർആനിൽ വന്ന ഏതൊക്കെ ആയത്തുണ്ടോ ആ ആയത്തിൻ്റെ ഒക്കെ ആശയം ഇതാണ് എന്നാണ് സമസ്തക്കാർ നമ്മൾ പഠിപ്പിക്കുന്നത്.